1918 സങ്കടകരമായ ഒരു സംഭവം നടന്നു. ഒരു സ്മാർത്ത വിചാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു നമ്പൂതിരി കുടുംബത്തെ ചാക്യാർ കുടുംബമായി തരം താഴ്ത്തി. എന്താ അതിനുണ്ടായ സംഭവം? സ്മാർത്ത വിചാരമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ പെണ്ണ് പിഴച്ചുപോയി എന്നാരോപിച്ചുകൊണ്ട് ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് അവളെ താണജാതിക്കാരിയാക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ്. അങ്ങനെ പുറത്താക്കുന്ന പെൺകുട്ടികളെ ക്രിസ്ത്യാനികളും കൊച്ചിയിലെ അച്ഛന്മാരും അടിമക്കച്ചവടം നടത്തുന്നവരും മലബാറിൽ നിന്നുള്ള മാപ്പിളമാരും വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് പലർക്കും മലബാറിൽ മുസ്ലിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ പെണ്ണുങ്ങളൊക്കെ അന്തസ്സായി ജീവിച്ച് കുടുംബമായി കഴിയുന്നു. പണ്ട് അടിമക്കച്ചവടത്തിൽപ്പെട്ട് നശിച്ചു പോയ സ്ത്രീകളും ഒരുപാടുണ്ട്. എന്തായാലും അവിടെ സംഭവിച്ചത് ഒരു ജാതി ഭ്രഷ്ട് കൽപ്പിക്കലാണ്. ഭ്രഷ്ട് കൽപ്പിച്ചാൽ വരുന്നത് കുടുംബത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ ഒക്കില്ല. കുടുംബത്തോടെയാണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നത്. മുടി വെട്ടാൻ ആൾ വരില്ല, തുണി അലക്കാൻ ആൾ വരില്ല, കല്യാണത്തിന് കൂട്ടില്ല, ഇങ്ങനെ വലിയ കഷ്ടതകളാണ്. ആചാരലംഘനം, ജാതിഭ്രഷ്ടന് ആധാരമായ ആചാരലംഘനം 3 തരത്തിൽ വരാം ഈ സംഭവം. ഒന്ന് ദർശനം, പിന്നൊന്ന് സ്പർശനം, ഇനിയൊന്ന് ഭക്ഷണം. ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു. ഒരു പുലിയനോ ചണ്ടാലനോ താണജാതിക്കാരനോ ഏഴവനായാലും മതി, ഇയാൾ കാണുന്നു. ഉടനെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാം. അതുണ്ടാവാതിരിക്കാൻ ഇയാൾ പെട്ടെന്ന് കുളിക്കും. ദർശനത്തിൽ പോലും ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാം. പിന്നെ സ്പർശനം, തൊട്ടെന്നിരിക്കട്ടെ ആചാര ലംഘനമായി ഭ്രഷ്ട് കൽപ്പിക്കാം. താണജാതിക്കാരനെ തൊട്ടാൽ അതിനും പരിഹാരമുണ്ട്, കുളിച്ചാൽ മതി. നോക്കുക, എന്നാൽ താണജാതിയിലും താണജാതിയായ ഒരു സ്ത്രീയുമായി നമ്പൂതിരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളിച്ചാൽ മതി, അയാളുടെ ഭ്രഷ്ട് മാറി. കണ്ടാൽ ദോഷം, അരിയിൽ വന്നാൽ ദോഷം, 64 അടി അകലെ നിൽക്കണം. പക്ഷെ ലൈംഗിക വീഴ്ചയാണെങ്കിൽ യാതൊരു തടസ്സങ്ങളുമില്ല, നമ്പൂതിരിക്ക് കുളിച്ചാൽ മതി, അത് തീരും. എന്നാൽ 3ാമത്തതാണ് പ്രശ്നം, ഭക്ഷണം. ഭക്ഷണം കൊണ്ട് അശുദ്ധി വന്നു പോയാൽ പരിഹാരമില്ല. അടിമക്കച്ചവടം നടന്നിരുന്ന കാലത്ത് പുലയക്കുട്ടികളെയും ഈഴവക്കുട്ടികളെയും പുലയരെയും പറയരെയും ഒക്കെ ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കി കച്ചവടം ചെയ്തിരുന്നല്ലോ. അതിനിടയിൽ നായർ കുട്ടികളെയും ഈഴവക്കുട്ടികളെയും മോഷ്ടിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഒറ്റയ്ക്ക് കാണുന്ന നായർ കുട്ടികൾ ആണായാലും പെണ്ണായാലും തട്ടിക്കൊണ്ടുപോയി താണജാതി കുട്ടികളുടെ ഇടയിലിരുത്തി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. സാധാരണ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാൽ കുട്ടികൾ കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും, അന്ന് എന്നെ വിടാം, നീ ഇത് കഴിക്കും. ആ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം ഈ താണജാതി കുട്ടികളുടെ ഇടയിലിരുത്തി എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കും. എന്നാൽ ഈ വിവരം കുട്ടിയുടെ വീട്ടിലറിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ കുടുംബത്തിൽ തിരിച്ചെടുക്കില്ല. ആ കുട്ടി താണജാതിയായി കഴിഞ്ഞു, പിന്നെ ആ വീട്ടിൽ കയറ്റില്ല. അങ്ങനെ ഉയർന്ന ജാതിക്കാർ ഇങ്ങനെ താണജാതിക്കാരാക്കി മാറ്റും. സ്മാർത്ത വിചാരം നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചാക്യാർ, അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കേസിൽ പ്രതിയായി. ആ കേസെന്ന് പറഞ്ഞാൽ 1918 ഒരു സാവിത്രി പിഴച്ചുപോയി എന്ന് ഒരു കേസ് വന്നു. സ്മാർത്ത വിചാരം നടത്തി. നീ ആരെയൊക്കെ പിഴപ്പിച്ചു എന്ന് ചോദ്യങ്ങൾ വന്ന് അതിന് ഉത്തരം പറഞ്ഞ് അവൾ മുമ്പ് കുട്ടിക്കാലത്ത് നെടുമ്പറമ്പില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി എന്ന 14-15 വയസ്സായ ഒരു ഉണ്ണി നമ്പൂതിരിയെ ദുഷിപ്പിക്കാനിടയായി എന്ന് പറഞ്ഞു. അന്ന് ഈ കൃഷ്ണൻ നമ്പൂതിരി കുടുംബമായി ജീവിക്കുകയാണ്, 2-3 മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട്. ഈ വാർത്ത അറിഞ്ഞ് കൃഷ്ണൻ നമ്പൂതിരി തൂങ്ങിച്ചെത്തും.
അയാൾ ചത്തിട്ടും നമ്മുടെ ആചാര സംരക്ഷകർ വിട്ടില്ല. കൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബത്തെ ചാക്യാർ സമുദായത്തിലേക്ക് താഴ്ത്തി, നമ്പൂതിരിയെ ചാക്യാർ ജാതിയാക്കി താഴ്ത്തി. ആ ANM ആ കുട്ടി, ഇയാളുടെ മകൻ കുട്ടി വളരെ വിഷമത്തോടെ ചാക്യാർ കുട്ടിയായി വളർന്ന് പഠിച്ച് കേരള യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ആവുകയും അവസാനത്തെ സ്മാർത്ത വിചാരം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. 1913 കുറിയെടുത്ത താത്രിയുടെ സ്മാർത്ത വിചാരം. കുറിയെടുത്ത താത്രിയെ ഇതുപോലെ പുറത്താക്കി. പിന്നെ ഈ രണ്ടാമത്തെ താത്രിയുടെ സ്മാർത്ത വിചാരത്തോടു കൂടി കേരളത്തിലെ സ്മാർത്ത വിചാരം അവസാനിപ്പിച്ചു. അത് ഈ നമ്പൂതിരി സമുദായത്തിനിടയിൽ പുരോഗമനവാദികളായ ആളുകളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട്. എന്തായാലും അവിടുത്തെ താണത് ജാതി ഇറക്കമാണ്. പണ്ട് മണ്ണാപ്പേടി പുലപ്പേടി എന്നൊരു കേസുണ്ടായിരുന്നു. ചില പ്രദേശങ്ങളിൽ മണ്ണാപ്പേടി എന്ന് പറയും, ചില പ്രദേശങ്ങളിൽ പുലപ്പേടി എന്ന് പറയും. അതായത് കുംഭമാസത്തിലെ ഒരു പ്രത്യേക ദിവസം മണ്ണാർ സമുദായത്തിലും പുലയർ സമുദായത്തിലും ഉള്ള ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ബ്രാഹ്മണ ഭവനങ്ങൾക്കരികിലോ നായർ ഭവനങ്ങൾക്കരികിലോ പതുങ്ങി നിന്ന് അവിടുത്തെ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ തൊടാം. അവൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു കല്ലോ കമ്പോ എടുത്ത് എറിഞ്ഞു കൊള്ളിക്കാം. അതും പറ്റിയില്ലെങ്കിൽ കണ്ടേ കണ്ടേ എന്ന് വിളിച്ചാലും മതി. വിളിച്ചാൽ ഇത് ആ കുടുംബത്തിലെ മറ്റുള്ളവരറിഞ്ഞാൽ ഈ പെണ്ണിനെ കൊന്നുകളയും, വേറെ പ്രശ്നമൊന്നുമില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൾ ഈ താണജാതിക്കാരനോടൊപ്പം ഓടി രക്ഷപ്പെടണം. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ട കഥകൾ പണ്ട് കേട്ടിട്ടുണ്ട്. ഇത് കള്ളമാണെന്നും ഇവിടെ മണ്ണാപ്പേടിയും പുലപ്പേടിയും ഒന്നും ഇല്ല എന്നും പലരും പല സനാതനികളും ഇങ്ങനെ പറയാറുണ്ട്, പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഒരു വീര കേരളവർമ്മ ഈ മണ്ണാപ്പേടി പുലപ്പേടി നിരോധിച്ചുകൊണ്ട് ഒരു വിളംബരം നടത്തുകയും ആ വിളംബരം മദ്രാസ് ആർക്കൈവ്സിലെ രേഖകളിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നിലവിലിരുന്ന സംഭവമാണ്. 16-ാം നൂറ്റാണ്ട് വരെ ഈ മണ്ണാപ്പേടി പുലപ്പേടി എന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ബ്രാഹ്മണ സ്ത്രീകൾക്കും നായർ സ്ത്രീകൾക്കും ജാതി ഇറക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പരശുരാമൻ മുക്കുവരെ ഉയർത്തി ബ്രാഹ്മണരാക്കിയ കാര്യം ചട്ടമ്പിസ്വാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാണരെ ഉയർത്തിയതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ സംഭവിച്ചത് ജാതി കയറ്റമാണ്. ചെമ്പുകൊട്ടികൾ എന്നൊരു വിഭാഗം നായന്മാരുണ്ടായിരുന്നു. കുറേക്കാലം ചെമ്പുകൊട്ടി നായർ എന്നവരെ കുറിച്ച് പറയുമായിരുന്നു. അത് ഒരു വലിയ സംഭവം ഉണ്ടായി. കണ്ണൂർ തളിപ്പറമ്പ് ക്ഷേത്രം പണിതീരുന്നത് വരെ ചെമ്പുകൊട്ടികൾ തൊട്ടുകൂടാത്ത അശുദ്ധിയുള്ള ഒരു സമുദായമായിരുന്നു. അവരുടെ ജോലി ക്ഷേത്രങ്ങളിൽ ചെമ്പ് തകിടുകൊണ്ട് മേൽക്കൂര പാകുക, ചെമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കുക, കൊടിമരത്തിൽ ചെമ്പ് പൊതിയുക, പാളി പൊതിയുക തുടങ്ങിയ ജോലികളായിരുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടായത്, ക്ഷേത്രം പണി കഴിഞ്ഞ് ആയിരക്കണക്കിന് ബ്രാഹ്മണ പൂജാരിമാർ പങ്കെടുത്ത വലിയൊരു കലശക്രിയ, ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവാക്കിയ ഒരു കലശക്രിയ, വലിയ സംഭവമാണ്. ഈ കലശക്രിയ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി വന്നപ്പോണ്ട് ക്ഷേത്രത്തിന് മുകളിൽ പാകിയിരുന്ന ചെമ്പ് പാളിയിൽ എന്തോ ഒരു എന്തോ ഒരു പണിക്കുറവുണ്ടെന്ന് കണ്ട് ഒരു ചെമ്പ് കൊട്ടി അവിടെ കയറിയിരുന്ന് എന്തോ ചെയ്ത് പതുക്കെ അതിനെ മുളിയോ എന്തോ കൊണ്ട് പിടിച്ച് അമർത്തി ഒതുക്കി എന്തോ ഒരു അറ്റകുറ്റപ്പണി, ചെറുതായിട്ട് അറ്റകുറ്റപ്പണി ചെയ്തിട്ട് ഇയാൾ ഇറങ്ങി വരുന്ന കാര്യമാണ് കണ്ടത്. ക്ഷേത്രം അശുദ്ധമായി പോയി. ചെമ്പ് കൊട്ടി പണിത അശുദ്ധമായതുകൊണ്ടാണ് കലശക്രിയ നടത്തി ക്ഷേത്രം ശുദ്ധീകരിച്ചത്. പിന്നെ ഒന്നുകൂടെ കലശക്രിയ നടത്തുന്നത് എങ്ങനെ? വമ്പിച്ച പണച്ചെലവ്. എല്ലാത്തിനും ബ്രാഹ്മണർ വിചാരിച്ചാൽ പരിഹാരമുണ്ട്. അവർ ഉടനെ പരിഹാരം കണ്ടെത്തി. ചെമ്പുകൊട്ടികളെ മുഴുവൻ നായന്മാരായി ഉയർത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായി. എന്തെളുപ്പം, എത്ര പെട്ടെന്ന് അവർക്ക് ജാതിക്കയറ്റം കിട്ടി. പുലയർക്കും ജാതിക്കയറ്റം കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു നേരം പോക്കാണ്. കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ
ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യുദ്ധം ഉണ്ടാകുമായിരുന്നു. യുദ്ധത്തിൻ്റെ കാരണമൊക്കെ ബഹുവിശേഷമാണ്. ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവത്തിലെ യുദ്ധത്തിന് ഒരു കാരണമുള്ളത് കൊച്ചി രാജാവിൻ്റെ കൊട്ടാരം ഓടിട്ടതാണ്. കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരം ഓലമേഞ്ഞതാണ്. അങ്ങനെ ഈ ഓലമേഞ്ഞ കൊട്ടാരത്തിലിരുന്ന കോഴിക്കോട് സാമൂതിരിക്ക് തോന്നി, ഇവനെങ്ങനെ ഓടിട്ട കൊട്ടാരത്തിൽ ഇപ്പോൾ ഇരിക്കണ്ട, തൻ്റെ പടയാളികളെ പറഞ്ഞയച്ചു കൊച്ചി രാജാവിനെ ശരിപ്പെടുത്തിയിട്ട് വരാൻ. അങ്ങനെ നായർപ്പടം തറ്റെടുത്ത് വാളുമായി ഇറങ്ങി. അവർ യുദ്ധത്തിന് പോകുന്നതൊക്കെ ബഹുരസമാണ്. ഈ അന്നത്തെ വാളിന് മുന കാണില്ല. ആ മുനയുടെ അറ്റത്ത് വളയങ്ങളിട്ടേക്കും, കിലുകിലേ കിലുങ്ങും. ആ വളയത്തിൽ ചിലങ്ക കൊരുത്തിട്ടേക്കും. ഈ പട്ടാളക്കാർ കുറേ പേരിങ്ങനെ വാളങ്കിലേക്ക് വരുന്ന കണ്ടാൽ കുറേ കാളവണ്ടികൾ വരുന്ന ഒരു ശബ്ദമാണെന്നാണ് വിദേശ ബാർബോസയെ പോലെയുള്ളവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിദേശ സഞ്ചാരികളൊക്കെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇവർ വന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് കോഴിക്കോട് സാമൂതിരിയുടെ പട്ടാളക്കാർ വരുന്ന കാര്യം കൊച്ചി രാജാവിൻ്റെ പട്ടാളക്കാർ കണ്ടു. അവന്മാർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു 200 പുലയർ പറമ്പിൽ പണി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു, കിളച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവർ നോക്കിയപ്പോൾ അകലെ നിന്ന് ഇങ്ങനെ കിലികലാരവം നോക്കിയപ്പോൾ വാളും ഉയർത്തി പിടിച്ചുകൊണ്ട് വരുന്നു. ഇവരെ കൊല്ലാൻ വരികയാണ് എന്ന ധാരണയിൽ മൺവെട്ടി കയ്യിലിരിക്കുകയാണല്ലോ, മൺവെട്ടി കൊണ്ട് പ്രയോഗം തുടങ്ങി. കുറേ കോഴിക്കോടൻ നായന്മാരെ വെട്ടിയിട്ടപ്പോഴേക്ക് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു, തിരിഞ്ഞു ഓടി. അന്നത്തെ ഡച്ച് സൈന്യാധിപൻ, കൊച്ചിയിലെ ഡച്ച് പട്ടാളക്കാരുടെ അധിപൻ ഈ രംഗത്തിന് സാക്ഷിയാണ്. അദ്ദേഹം ഈ പുലയന്മാരുടെ മുഴുവൻ പേര് കുറിച്ചെടുത്തു. 200 പേരുടെയും. കൊച്ചി രാജാവിനെ കണ്ടു. ഇവരെ അത്രയും നായരായി ഉയർത്തണമെന്ന് പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല. പിന്നെ പച്ചീക്കോ പറഞ്ഞാൽ, പച്ചീക്കോ എന്ന ഡച്ച് സൈന്യാധിപൻ പറഞ്ഞാൽ അവരുടെ സംരക്ഷണയിലാണ് കൊച്ചി രാജാവ് കഴിയുന്നത്, അനുസരിക്കാതിരിക്കാനും നിവൃത്തിയില്ല. ഒരു കാര്യം ചെയ്യാം, തലയെ കെട്ടി നടക്കാൻ അവകാശം കൊടുക്കാം. ശരി. പിന്നെ വാള് കൊണ്ട് നടക്കാൻ അവകാശം കൊടുക്കാം. പിന്നെ പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം കൊടുക്കാം. നായന്മാർ പങ്കെടുക്കുന്നിടത്തൊക്കെ പങ്കെടുക്കാൻ അവകാശം കൊടുക്കാം. അത് തന്നെ നായർ. അത് അത്രയും ചെയ്യാം. അങ്ങനെ നായരായി പ്രഖ്യാപിച്ചു. അത് കൊച്ചി രാജാവിൻ്റെ സാന്നിധ്യത്തിൽ പച്ചീക്കോയാണ് പ്രഖ്യാപിച്ചത്, നായരായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ 200 കുടുംബം നായരായെന്ന് മാത്രമല്ല, പിറ്റേ ദിവസം മുതൽ ഈ 200 കുടുംബക്കാരുടെ അടുത്ത് താമസിക്കുന്ന ബന്ധുക്കളായ പുലയരെ ഈ പുതുനായന്മാർ അവരുടെ മുറ്റത്തേക്ക് കയറ്റിയതുമില്ല. നമുക്ക് ഒറ്റയടിക്ക് 200 പേർക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. മലബാറിൽ നടന്ന മറ്റൊരു സംഭവം പറയാം. പരപ്പനാട്ട് രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഞ്ചായത്തിൻ്റെ അത്രയൊക്കെ വരും അന്നത്തെ രാജ്യങ്ങൾ. ഈ പരപ്പനാട്ട് രാജ്യം 1788 മറ്റോ ടിപ്പു സുൽത്താൻ പരപ്പനാട്ട് രാജ്യം കൂടെ പിടിച്ചടക്കി, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാക്കി. അവിടുത്തെ രാജാവിനെയും രാജകുടുംബാംഗങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് ചെന്ന് ഇയാളുടെ കോട്ടയിൽ അടച്ചു, മുസ്ലിമാക്കി. ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ദയ തോന്നി, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ തിരിച്ചു പോകാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അവർ തിരിച്ചു വന്നു. ഹോമക്രിയ നടത്തി ഈ മുസ്ലിങ്ങളെ, രാജകുടുംബാംഗങ്ങളായിരുന്നാലും അവർ മുസ്ലിമല്ലേ, പിന്നീട് മുസ്ലിമായല്ലോ, പക്ഷേ ഒരു ചെറിയ പൂജയും മന്ത്രവാദമൊക്കെ നടത്തി ഈ മുസ്ലിങ്ങളെ വീണ്ടും ക്ഷത്രിയരാക്കി ഉയർത്തിയ ഒരു സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാലിയന്മാർ എന്നൊരു വിഭാഗമുണ്ട്. അവരെ ആന്ധ്രയിൽ നിന്നോ മൈസൂരിൽ നിന്നോ നെയ്ത്തിന് വേണ്ടി കൊണ്ടുവന്നവരാണ്. കോഴിക്കോട് സാമൂതിരിയാണ് കൊണ്ടുവന്നത്. അവർ പിന്നെ കൊച്ചിയിൽ വന്നു, തിരുവനന്തപുരത്ത് വന്നു, ഇപ്പോൾ നെയ്യാറ്റിൻകരയെ കൊണ്ട്. ഈ ചാലിയന്മാർ ചിലയിടത്ത് നായർ, ചിലയിടത്ത് ഈഴവർ, ചിലയിടത്ത് ചെട്ടി, ഇങ്ങനെയാണ് കഴിയുന്നത്. അപ്പോൾ ജാതി ചില നേരത്ത് ജാതി കൂടുന്നു, ചിലയിടത്ത് ജാതി താഴുന്നു. ഈ ചാലിയന്മാരാണ് കേരളത്തിൽ ഗണപതി പൂജ കൊണ്ടുവന്നതെന്ന് കേസരി ബാലകൃഷ്ണപിള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും അതിനെ എതിർത്തിട്ടും ഇല്ല. പിന്നെ കോഴിക്കോട് സാമൂതിരി കാണിച്ച മറ്റൊരു കാര്യം പറയാം. കുതിരവട്ടത്ത് അതിസുന്ദരിയായ ഒരു നായർ പെണ്ണിനെ ഇയാൾ കാണുന്നു. ഇയാൾക്ക് ഇവിടെ വിവാഹം കഴിച്ചേ തീരൂ.
സംബന്ധം കൂടാം നായർ പെണ്ണിന്. പക്ഷേ അവളെ സ്വന്തം കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അവൾ ക്ഷത്രിയ സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണ സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ട് ഇയാൾ ഒരു കാര്യം ചെയ്തു, പകുതി രാജ്യം കൊടുത്ത് ഇവളുടെ കുടുംബത്തെ അവിടെ രാജാവാക്കുകയും അവരെ ക്ഷത്രിയയാക്കി ഉയർത്തുകയും ചെയ്തു. നായന്മാർ ഹിരണ്യഗർഭമൊന്നും നടത്താതെ വളരെ ചുളിവിൽ അവിടെ ക്ഷത്രിയരായി. മറ്റൊരു കേസ്, കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊരു ആചാരമുണ്ട്. അവിടെ തച്ചുടയ കൈമൾ എന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു ഔദ്യോഗിക നാമമുള്ള ഒരാളുണ്ട്. ഉത്സവത്തിനാണിത്. ഒരു നായരെയാണ് ആചാരമനുസരിച്ച് തച്ചുടയ കൈമളാക്കുന്നത്. നായരിങ്ങനെ തച്ചുടയ കൈമളായി കഴിഞ്ഞാൽ അയാൾ പല്ലക്കിലെടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും നടത്തുന്ന ജോലി ബ്രാഹ്മണർക്കാണ്. തറയിൽ ഇയാൾ നടക്കുമ്പോൾ കുട പിടിച്ചു കൊടുക്കുന്ന ജോലി ബ്രാഹ്മണർക്കാണ്. അപ്പോൾ നോക്ക്, ഈ നായർ ഒരു ദിവസത്തേക്ക് ബ്രാഹ്മണനേക്കാൾ കൂടിയ ബ്രാഹ്മണനാവുകയും ബ്രാഹ്മണർ ഇയാൾക്ക് സേവ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച അവിടെ കാണാം. അതുപോലെ ദേശമംഗലം മനക്കാരുടെ വകയാണ് വല്ലച്ചിറ ക്ഷേത്രം. അവിടെ ഒരു സംഭവമുണ്ട്. ഈ വല്ലച്ചിറ ക്ഷേത്രത്തിൽ ദേവിയെ പുറത്തെഴുന്നള്ളിക്കും. ആ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു പറയൻ്റെ കുന്നുണ്ടായിരുന്നു. ആ പറയൻ്റെ കുന്നെന്ന് പറഞ്ഞത്, ആ പറയൻ ഇവരുടെ ആചാരങ്ങളൊന്നും പണ്ട് അംഗീകരിക്കുകയോ ഇവരെ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ നമ്പൂതിരിമാരൊക്കെ കൂടി ഈ പറയൻ അടിച്ചോടിച്ചു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്കെന്തോ ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഈ പറയന് ചില സാധനം കൊടുത്തേ തീരുമെന്ന് തോന്നി. ഈ ദേവിയെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ ദേവിയും കൂടെ പോകുന്ന ബ്രാഹ്മണരും കുടയും ആലവട്ടങ്ങളും ഒക്കെ കൂടെ ഈ പറയൻ്റെ കുടിലിൻ്റെ മുമ്പിൽ വരും. പറയൻ അന്നേരം കുടിലിൻ്റെ പുറത്ത് കസേരയിട്ട് വെള്ളത്തുണി വിരിച്ച് അതിൽ ഗമയിൽ കാല് കയറ്റി അങ്ങനെ ഇരിക്കും. ദേവി പറയൻ്റെ മുമ്പിൽ കുമ്പിടും. പൊയ്ക്കോളാൻ പറയൻ അനുവാദം കൊടുക്കണം. അങ്ങനെ അനുവാദം കൊടുക്കുമ്പോഴേ ഈ ദേവിക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റൂ. നോക്കുക, ആ കുറച്ച് നേരത്തേക്ക് ഈ പറയന് കിട്ടുന്ന ഒരു പ്രൊമോഷൻ. തെയ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. തെയ്യക്കെട്ടിന് തെയ്യം ഉറയുന്ന ഒരു ദിവസം മണ്ണാനും പുലയനുമാണ് തെയ്യം കെട്ടുന്നത്. മുച്ചിലോട്ട് ക്ഷേത്രം, വയനാട്ട് കുലവൻ്റെ കാവ്, മുച്ചിലോട്ട് ക്ഷേത്രമല്ല കാവാണ്, വയനാട്ട് കുലവൻ്റെ കാവ് തുടങ്ങി ഇങ്ങനെയുള്ള തെയ്യക്കാവുകളിലൊക്കെ തെയ്യം കെട്ടുന്നത് മണ്ണാൻ അല്ലെങ്കിൽ പുലയനാണ്. ഈ മണ്ണാൻ 3-4 ദിവസം മണിക്കുച്ചിലിൽ എന്നോ മറ്റോ പറയുന്നത്, അവിടെ ഇങ്ങനെ ധ്യാനനിരതനായൊക്കെ ഇരിക്കുകയും തെയ്യക്കെട്ടിൻ്റെ അന്ന് നേരം വിളക്കുമ്പോൾ തന്നെ ഈ തെയ്യം കെട്ട് ആരംഭിക്കുകയും തെയ്യമായിക്കഴിഞ്ഞാൽ ഇയാൾ ദൈവമായി മാറുന്നു. ആ ഒരു ദിവസത്തേക്ക് ബ്രാഹ്മണരും നായന്മാരും ഈഴവരും പുലയരും എല്ലാവരും സകല ജനങ്ങളും ഇയാളുടെ മുമ്പിൽ ചെന്ന് ആരാധിച്ച് നിൽക്കും. ഒരൊറ്റ ദിവസത്തേക്ക് ഈ താണ ജാതിക്കാരൻ എന്താവുന്നു? ഉയർന്ന ജാതിക്കാരനാവുകയല്ല, ഒരു ദിവസത്തേക്ക് അയാൾ ദൈവമാവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അയാൾക്ക് ദൈവത്തിൻ്റെ പദവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ഥാനക്കയറ്റങ്ങളും സ്ഥാന ഇറക്കങ്ങളും സൗകര്യം പോലെ ചെയ്യാറുണ്ട്. അതിന് ഒരു വ്യവസ്ഥയേ ഉള്ളൂ. എന്താണ്? അപ്പോൾ ജാതി എന്ന് പറയുന്നത് രാജാവിന് അല്ലെങ്കിൽ ബ്രാഹ്മണന് ലാഭമേതോ അങ്ങനെ ചെയ്യുന്നു. താണവനെ ഉയർത്തുന്നതാണ് ലാഭമെങ്കിൽ അത് ചെയ്യും, ഉയർന്നവനെ താഴ്ത്തുന്നത് ലാഭമാണെങ്കിൽ അത് ചെയ്യും.